നമ്മൾ ഈ വണ്ടിയിലാണ് പോകുന്നത്. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്ന ഏറ്റവും ഒരു മേജർ അപ്പൊ ലൈസൻസ് ഉണ്ടെങ്കിൽ ഉള്ള ഗുണമെന്ന് വെച്ചാൽ യൂബർ ഇറ്റ്സ് ചെയ്യാം, യൂബർ ചെയ്യാം. ആൾക്കാരൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഞാൻ ബസ് ഓടിച്ചിരുന്ന വെച്ചാണ്, ഇത് ഓടിച്ചിരുന്ന വെച്ചാണെന്നൊക്കെ വരും. പക്ഷെ ആ കോൺഫിഡന്റിൽ ഇവിടെ വന്ന് അവരുടെ കയ്യിൽ കിണ്ടിയുണ്ട്, നിന്റെ കയ്യിൽ കിണ്ടിയില്ല. നീ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നത് കിണ്ടി വാങ്ങിക്കാനാണ്. കംഫർട്ടബിൾ ലൈൻ ചേഞ്ച് ടു ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീ കംഫർട്ടബിൾ ആണോന്ന് നോക്കുക. പേടിക്കണ്ട, ഇതന്നെ പഠിക്കാൻ പോലെ ഡ്രൈവ് പഠിക്കാൻ പോലെ. പേരെന്നാ? ബിബിൻ. അപ്പോൾ നമ്മളോട് ഇതിന്റെ ബിബിൻ ചേട്ടനാണ് അടുത്ത. ആദ്യത്തെ ദിവസത്തെ എക്സ്പീരിയൻസ് എന്ത് തോന്നുന്നു? എന്താ പറഞ്ഞു? എനിക്ക് സ്റ്റിയറിംഗ് ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഡീറ്റെയിൽസ് നമ്മളൊക്കെ എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ലൈസൻസ് എടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഡ്രൈവിംഗ് പരിശീലനത്തിലാണ്. അപ്പോൾ എൻ്റെ ആശാൻ ഇപ്പം വരികയാണ്. ഞാൻ 3-4 ദിവസമായിട്ട് ഇപ്പോൾ പഠിക്കുന്നു. അപ്പോൾ എന്താണ് ആശാൻ്റെ കൂടെ പോയിട്ട് എവിടേക്കാണ് പോകുന്നതും എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ള ഇന്നത്തെ ഒരു വീഡിയോ ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇതാണ് നമ്മുടെ വീടിൻ്റെ അടുത്താട്ടോ. അപ്പോൾ ഇവിടെ ആയിട്ട് വരും. അപ്പോൾ ജോ എന്നാണ് ചേട്ടയുടെ പേര്. വന്നു കഴിയുമ്പോൾ നമുക്ക് പുള്ളിയോട് പോകാം. ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് അടിപൊളി കാലാവസ്ഥയൊക്കെയാണ്. ഇപ്പോൾ മഞ്ഞൊന്നും ഇല്ല കേട്ടോ, മഞ്ഞൊന്നും ഇല്ല, അങ്ങനത്തെയാണ്. അപ്പോൾ നമ്മുടെ ആശാനത് വന്നിട്ടുണ്ട്. ഇതേ നമ്മൾ ഈ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ആശാൻ എത്തിപ്പോയിരിക്കുകയാണ്. ചോദിച്ചേട്ടായി എന്താണ്ട് ഇന്ന് ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നല്ലേ? ടെസ്റ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ ആശാൻ 2-3 പേരെയൊക്കെ പഠിപ്പിച്ച് എല്ലാ പരിപാടി ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ ഇങ്ങനെ നല്ല ഉഷാറായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇനി ഡ്രൈവിലേക്ക് കളിക്കുകയാണ് കേട്ടോ. ഇനിയിങ്ങനെ ഞാൻ 3-4 ദിവസമായി ചേട്ടനോട് പഠിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനി എങ്ങനെയാണെങ്കിലും ഒരു 5-6 ദിവസം കഴിയുമ്പോൾ തന്നെ എൻ്റെ ഡ്രൈവ് ടെസ്റ്റാണ്. അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാം ഒന്ന് പഠിച്ച് എല്ലാം റെഡിയാക്കണം. അപ്പോൾ എന്താണ് നമ്മൾ പോയിട്ട് വരാം. ഓക്കെ, പോകുന്ന വഴിയിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ജോ ചേട്ടയുടെ ആശയം നല്ല സെറ്റപ്പാണ്, നല്ല ഫുൾ സപ്പോർട്ടൊക്കെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഞാനിവിടെ വന്നിട്ട് 4 മാസമായി. അപ്പോൾ പല പരിചയക്കാരോട് ഇങ്ങനെ ഒരു ദിവസം ചേട്ടയെ പറ്റി അറിഞ്ഞു. അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ലൈസൻസ് ഒക്കെ എടുത്താലേ ഉള്ളൂ കുറേ ജോലികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇത് ഭയങ്കര നമുക്കൊരു അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് അല്ലേ ഏട്ടായി? നമുക്കൊരു ലൈസൻസ് ഇപ്പോൾ നമ്മൾ കാനഡയിലെത്തുന്ന ഓരോരുത്തർക്കും നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്ന ഏറ്റവും ഒരു മേജർ തിങ് ആണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ജി ലൈസൻസ് ഉണ്ടോ, കാറുണ്ടോ. അപ്പോൾ അതിപ്പോൾ നാട്ടിൽ ഒരു ഡ്രൈവിംഗ് അറിയാൻ പാടില്ലാത്ത അതായത് നല്ലൊരു ഹിസ്റ്ററി പോലും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടി വരുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിങ് ആണ് ലൈസൻസ് എടുക്കുക എന്നുള്ളത്. നമ്മള് ആഡംബരത്തിന്റെ ഉള്ള പരിപാടികളല്ല. അതായത് ഒരു ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഇവിടുന്ന് ജസ്റ്റ് ഒരു നെക്സ്റ്റ് സിറ്റിയിലേക്ക് പോകാനാണെങ്കിൽ പോലും നമ്മൾ ഇവിടുന്ന് എക്സാമ്പിൾ 35 കിലോമീറ്റർ 38 കിലോമീറ്റേഴ്സ് നമ്മൾ ബസ്സിന് പോവുകയാണെങ്കിൽ ചിലപ്പോൾ 2 hour 2.5 hour എടുക്കും. ബട്ട് നമ്മൾ കാറിലാണെങ്കിൽ നമ്മൾ 15 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, അത് കവർ ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവര് നമ്മളോട് ചോദിക്കുന്ന മെയിൻ ക്വസ്റ്റ്യൻ ആണ്, ആർ യു ഹോൾഡിംഗ് ജി ലൈസൻസ് ഹോൾഡർ, യു ഹാവ് എനി കാർ. സോ ഇത് രണ്ടും ഇല്ലെന്ന് പറയുമ്പോൾ അവർ പറയും ഓക്കെ വിൽ ഗിവ് യു ദ റിപ്ലൈ. കാരണം ഇത് രണ്ടും ഉണ്ടെന്ന് പറഞ്ഞാലോ നമ്മളവർ ഹയർ ചെയ്യുകയും ചെയ്യും. നമുക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി. അതേപോലെ തന്നെയുള്ള ഒരു വേറെ പ്രത്യേകതയാണ് ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ്സും ഇല്ല. ഒരു കമ്പനിയായിട്ട് മാത്രം നമുക്കൊരു കമ്മിറ്റ്മെന്റ് അല്ല. നമ്മൾക്ക് ജോലി ചെയ്യാൻ മനസ്സുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ജോലി ചെയ്യാൻ പറ്റും. അപ്പൊ ലൈസൻസ് ഉണ്ടെങ്കിൽ ഉള്ള ഗുണമെന്ന് വെച്ചാൽ യൂബർ ഇറ്റ്സ് ചെയ്യാം, യൂബർ ചെയ്യാം, സ്കിപ്പ് ഡിഷസ് ചെയ്യാം. അപ്പൊ നമ്മൾക്ക് പാർട്ട് ടൈം കിട്ടുന്ന ഒരു അതർ ഇൻകം കൂടിയാണ് ലൈസൻസ് വിത്ത് കാർ ഉണ്ടെന്നെങ്കിലുള്ള ഒരു ഇത്. കാർ വാങ്ങിക്കൽ ഈസിയാണ്, പക്ഷെ ലൈസൻസ് വാങ്ങിക്കലാണ് ഇവിടെ ഏറ്റവും ഭയങ്കര ടഫ്. ഇമിഗ്രേറ്റഡ് പീപ്പിൾ ആകുമ്പോൾ അവരെന്ത് ചെയ്യും, കുറച്ചും കൂടി ടഫ് ആയിരിക്കും. നമ്മള് നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ റൂള് ഫോളോ ചെയ്യത്തില്ല. പക്ഷെ ഇവിടെ റൂളാണ് ഇമ്പോർട്ടൻറ്റ്. റൂള് ഫോളോ ചെയ്തില്ലെങ്കിൽ അവരെന്ത് ചെയ്യില്ല, ലൈസൻസ്. അതിനൊരു എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ ലേണേഴ്സ് ഒക്കെ എഴുതുന്നു. പക്ഷെ ആ ലേണേഴ്സ് എഴുതുന്ന ആ ടൈം മാത്രമേ ഉള്ളൂ നമ്മൾ നോക്കാറുള്ളൂ. ഇവിടെ റൂൾ ഒന്നും നോക്കത്തില്ല. പക്ഷെ ഇവിടെ ലേണേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫ് ലോങ് മരിക്കുന്നതോടെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ
നമ്മളത് ഫോളോ ചെയ്തിരിക്കണം. അതെ, നമ്മളിപ്പോ നാട്ടിൽ നിന്ന് വരുമ്പോ നമ്മൾ ഇതേയില്ല. ഇപ്പൊ ഇവിടെ ഒരു ടെസ്റ്റിന് നമ്മൾ പോകുമ്പോ സ്റ്റോപ്പ് സൈൻ. അപ്പൊ നമ്മൾ ആ സ്റ്റോപ്പ് സൈനിൽ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്ത് 3 seconds കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ സ്റ്റോപ്പ് സൈനിൽ നിന്ന് വണ്ടി എടുക്കാൻ പാടുള്ളൂ. ആ സ്റ്റോപ്പ് സൈനിൽ നമ്മൾ 3 seconds സ്റ്റോപ്പ് ചെയ്തില്ല എങ്കിൽ ദാറ്റ്സ് എ ക്രിട്ടിക്കൽ മിസ്റ്റേക്ക്, നമ്മുടെ ടെസ്റ്റ് ഫെയിൽ ആയി. അപ്പോ ചില ആൾക്കാരൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ ഞാൻ ബസ് ഓടിച്ചിരുന്ന വെച്ചാണ്, ഇത് ഓടിച്ചിരുന്ന വെച്ചാണെന്നൊക്കെ വരും. പക്ഷെ ആ കോൺഫിഡന്റിൽ ഇവിടെ വന്ന് ആദ്യത്തെ ടെസ്റ്റ് തന്നെ ഫെയിൽ ആവുമ്പില്ലേ, എനിക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു. ഫെയിൽ ആയി കഴിയുമ്പോൾ ഇവർക്ക് പിന്നെ രണ്ടാമത്തെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഷിവറിങ് ആയിരിക്കും, പേടിയായിരിക്കും. കാരണം ആ ഒരു ഇതിലോട്ട് പോവുക എന്നുള്ളത് ഭയങ്കര ഇതാണ്. ഇപ്പൊ ശ്രദ്ധയാണ് മെയിൻ നമുക്ക് അല്ലേ, ഫോക്കസ്. അതായത് നമ്മൾ എയിം നമ്മളെ റോഡിന് ചുറ്റും ഇപ്പൊ നാട്ടിൽ നമ്മൾ എന്താണ്, ഒരു ബസ് വന്ന ഒരു പെഡസ്ട്രിയൻ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ഇതിൽ കൂടെയൊക്കെ എടുത്തുണ്ടാവും. ഇവിടെ പെഡസ്ട്രിയൻ ഇസ് ഭഗവാൻ. അത് ഞാൻ പറയുകയാണെങ്കിൽ ഗോഡാണ് പെഡസ്ട്രിയൻ. അതായത് നമ്മുടെ ഒരു ടെസ്റ്റിന്റെ ജയവും തോൽവിയും തീരുമാനിക്കുന്ന ഒരു പെഡസ്ട്രിയനാണ്. നമ്മളൊരു പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ അത് കംപ്ലീറ്റ്ലി നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ ഇൻസ്ട്രക്ടർ വിൽ ബി പ്രസിംഗ് ഓൺ ദി ബ്രേക്ക്. അപ്പൊ എന്താ അതിന്റെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഡയറക്റ്റ് ഫെയിൽ ആണ്. നമ്മൾ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മളൊരു 17 to 20 minutes ആയിരിക്കും ഒരു ടെസ്റ്റിന്റെ ഡ്രൈവ്. അതിൽ 19 minutes നമ്മൾ ഓഫീസിലെ എൻട്രി ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഒരു പെഡസ്ട്രീനെ കണ്ടിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തില്ല എങ്കിൽ ദാറ്റ്സ് എ ക്രിട്ടിക്കൽ മിസ്റ്റേക്ക്. നമ്മൾ എന്താ പറയാ, നമ്മളത് കേട്ട് ഞാൻ നെക്സ്റ്റ് ടൈം നാം നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നോ ആർഗ്യുമെന്റ്. അവർ ഇതിങ്ങനെ പറയുള്ളൂ, നോ ആർഗ്യുമെന്റ്സ്. അതിങ്ങനെ പറയുള്ളൂ, യു ക്യാൻ ഗോ ആൻഡ് ബുക്ക് ആഫ്റ്റർ 10 days. അൺഫോർച്ചുനേറ്റ്ലി യു ഫെയിൽ. അപ്പോൾ നമ്മൾക്ക് എന്താ, സെക്കൻഡ് അഗെയിൻ we need more money, spend it again class, then rebook, practice. So ഞാൻ എപ്പോഴും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഗുണം ചെയ്യുന്നു. നമ്മള് ബഹിളി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫെയിൽ ആവും. അപ്പൊ നമ്മള് ക്ഷമയോടുകൂടി എല്ലാം കറക്റ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്താ ഫസ്റ്റ് ചാൻസ് ചെയ്യാം. എനിക്കുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 90 above പിള്ളേരും ഫസ്റ്റ് ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങേറ്റം അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യാന്നുള്ളതാണ്. ചിലവർ നെർവസ് ആയിട്ട് ചില സമയത്ത് എന്തെങ്കിലും ഒരു ഇതിൽ പോയാലും സെക്കൻഡ് ചാൻസിൽ നമ്മൾ ഇത് ചെയ്യും. അപ്പോൾ ആ ഒരു ഇത് എന്ത് ചെയ്യണം, നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ മെയിൻലി നമ്മൾ റൂൾസ് ആണ്, റൂൾസ് ഫോളോ ചെയ്യുക, നമ്മൾ ഒരു നല്ല ഡ്രൈവറായിട്ട് മാറുന്നതായിരിക്കും. രണ്ടാമത്തെ ഒരു കേസ്, നമ്മുടെ നാട്ടിലത് വേറൊരു അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് തിങ്സും കൂടി ഇവിടെയുണ്ട്, പലർക്കും അത് അറിയത്തില്ല. അതായത് നമ്മൾ നാട്ടിലിപ്പോൾ ഒരു 2 year എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ നമുക്ക് ഡയറക്റ്റ് ജി എടുക്കാം. അതേസമയം നമ്മൾക്ക് ഇവിടത്തെ ഒരാളാണെങ്കിൽ, ഒരു കനേഡിയൻ ആണെങ്കിൽ, അവർ 18 year ആകുമ്പോൾ അവന് കിട്ടുന്ന ഒരു പ്രാഥമിക ലൈസൻസ് മാത്രമാണ്. ഇമിഗ്രേറ്റഡ് ആൾക്കാർക്ക് അവിടെ നിന്ന് ഒരു ലൈസൻസ് ഉള്ളത് കൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ ഇവർക്ക് ഡയറക്റ്റ് ജി ചെയ്യാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ജി ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ ലൈസൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ നമ്മളെ വളരെയധികം ക്ലിയർ ആയിട്ട് നോക്കും. അവർക്ക് ഒരിക്കലും ഒരു ആക്സിഡന്റ് പേഴ്സണ റോട്ടിലോട്ട് ഇറക്കാനായിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല. സോ ദേ ചെക്കിങ് എവറി മൊമെന്റ്, എവറി സിംഗിൾ മിസ്റ്റേക്ക് പോലും അവരത് നമ്മളെ ക്യാച്ച് ചെയ്യും. 30 minutes 20 minutes നമ്മൾ ഡ്രൈവ് ഒരു ഇതുപോലും നമ്മൾക്ക് ഇതുണ്ടാകാൻ പാടില്ല. അപ്പൊ ആ ഒരു ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈസൻസ് കിട്ടിയാൽ പോലും നമ്മൾ വരുന്ന ഓരോ ഇതിനും ഡീമെറിറ്റ് പോയിന്റ്സ് ആണ് ഇവിടെ. അപ്പൊ ആദ്യത്തെ ഒരു ഇതിലൊരു പോലീസ് പുൾ ഓവർ ചെയ്താൽ നമ്മുടെ നാട്ടില് നമ്മൾ ടിക്കറ്റ് കൊടുക്കുന്നു, 100 രൂപ കൊടുക്കുന്നു, അങ്ങനെയൊക്കെ നടക്കും. ഇവിടെ അതൊന്നും നടക്കത്തില്ല. ടിക്കറ്റ് തന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഇതേപോലെ തന്നെ 30,000 40,000 തൊട്ട് എബോവ് 5 lakhs വരെ ഇവിടുത്തെ ടിക്കറ്റ്സിന് വാല്യൂ ഉണ്ട്. അപ്പോ അത് മാത്രല്ല, നമ്മൾ ഇൻഷുറൻസിനൊക്കെ അതാണ് നെക്സ്റ്റ് തിങ്. നമ്മുടെ നാട്ടിലൊക്കെ വരുന്നതാണ്, ഇവിടെ മന്ത്ലി ആണ് ഇൻഷുറൻസിന്റെ ചാർജ്. അപ്പൊ ബേസിക്കലി ഒരു 15,000 to 20,000 നമുക്കൊരു ബേസിക്കലി ഒരു കാറിന് നമുക്ക് മന്ത്ലി ഇൻഷുറൻസ് വരുന്നുണ്ട്. അപ്പൊ നമ്മള് ഗുഡ് ഡ്രൈവർ ആണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ആ 1 point കൂടുന്നതനുസരിച്ച് നമ്മുടെ ഇൻഷുറൻസിന്റെ ഇതൊക്കെ കുറയും. പക്ഷെ ഗുഡ് ഡ്രൈവർ അല്ലെങ്കിൽ മന്ത്ലി നമ്മൾ 50,000 വരെയൊക്കെ നമ്മൾ അടയ്ക്കേണ്ടത് ഒരു സാഹചര്യങ്ങളിലേക്ക് എത്തും. അതേപോലെ ഡീമെറിറ്റ് പോയിന്റ് 9 ആയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, അവര് നമ്മുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. എന്റെ ഒരു ഇതില് ഞാൻ പഠിപ്പിച്ചൊരു പയ്യനെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് മറ്റേ ഇതിന്റെ കാരണം അല്ലേ, നമ്മൾ ഫോളോ ചെയ്യാത്ത ഒരു ഇതിന്റെ ഒരു ഗുജറാത്തി പയ്യന ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു സ്റ്റുഡന്റ് പയ്യന അവൻ നമ്മളുടെ ഡ്രഗ്സ് യൂസ് ചെയ്തു ഇത് കാരണത്താൽ അവനെ
ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ ഈ drugs-ഉം മറ്റേ കഞ്ചാവും ഒക്കെയാണ് അത് ഒരുപാട് use ചെയ്ത് വണ്ടി ഓടിക്കുന്നത്. ലീഗലാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിത് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒതുക്കി പിടിക്കുകയൊന്നും ചെയ്തില്ല. അവർക്കൊരു ഡൗട്ട് ഓടിക്കുക, അവരപ്പോൾ തന്നെ ലൈറ്റ് ചെയ്ത് അവർ വണ്ടി സ്റ്റോപ്പ് ചെയ്യും, അവർ നമ്മളെ ചെക്ക് ചെയ്യും. ഇൻ കേസ് നമ്മളുടെ ഒരു മിസ്റ്റേക്ക് ഇതിലാണ് വരുന്നുണ്ടെങ്കിൽ അവരിത് ചെയ്യും. ഞാൻ പറഞ്ഞ ഗുജറാത്തി പോയിന്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവൻ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് 2 ആക്സിഡന്റ് കഴിഞ്ഞു, അവൻ ഓൾറെഡി നോട്ടീസ് കൊടുത്തു. 3rd ആക്സിഡന്റ് കഴിഞ്ഞപ്പോൾ കോർട്ട് ഡിസൈഡഡ് ടു ഡീപ്പോർട്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ ശ്രദ്ധിച്ചും കണ്ടും ഒക്കെ നമ്മൾ ലൈസൻസ് എടുക്കുന്ന നല്ല ഉപകാരമുണ്ട്. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചും കണ്ടൊക്കെ നമ്മൾ വണ്ടി ഓടിക്കാണ്ട് എന്തെങ്കിലും ആക്സിഡന്റ് അങ്ങനെ ഒരുപാട് നമുക്ക് റെക്കോർഡ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഈ രാജ്യത്ത് നിന്ന് തന്നെ നമ്മളെ പുറത്താക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പം എല്ലാവരും ഇവിടെയൊക്കെ കാനഡയിൽ വരുന്നവർ ശ്രദ്ധിക്കുക, ഈ റൂൾസും കാര്യങ്ങളൊക്കെ ഒരുപാട് നോക്കിയൊക്കെ ഡ്രൈവ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ G1-ന്റെ ലേണേഴ്സ് പഠിക്കുമ്പോൾ അത് നന്നായിട്ട് പഠിക്കുക, അതിന്റെ എല്ലാം ഫോളോ ചെയ്യുക. പിന്നെ നമ്മൾ മാക്സിമം അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്നവരുടെ അടുത്തൊക്കെ പോയിട്ട് പഠിക്കുക എന്ന് വെച്ചാൽ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി പഠിക്കുന്നവരുണ്ട്, ഫാമിലിയിലെ അങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് നല്ല കാര്യങ്ങളും നന്നായിട്ട് അറിയെങ്കിൽ അവരെ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഞാനിപ്പോൾ ചേട്ടായെ ഫോളോ ചെയ്യണം. അപ്പോൾ ചേട്ടായി ഒരുപാട് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നു, ഒരുപാട് പേര് ഇപ്പം ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായവരുണ്ട്. അപ്പം അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനും ജോജേട്ടൻ്റെ അടുത്ത് വന്നത്. അപ്പം ഞാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ ഡ്രൈവിൻ്റെ എക്സ്ട്രാക്ട് ആഡ് ചെയ്തു. അപ്പോൾ G1 എഴുതി എക്സ്ട്രാക്ട് ആഡ് ചെയ്തപ്പോൾ എനിക്ക് G2 എന്നുള്ള ഒരു സ്റ്റെപ്പ് എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, G ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അത് ഇച്ചിരി സത്യം പറഞ്ഞാൽ ഇച്ചിരി റിസ്ക് ഉള്ള കേസാണ്. ഇതുണ്ട്, പക്ഷെ അതനുസരിച്ച് നമ്മള് എന്താ പറയാ, നമ്മൾ പ്രിപ്പയർ ചെയ്ത് നല്ലോണം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ നിന്റെ ഒരുപാട് ഫ്രണ്ട്സ് ഫസ്റ്റ് ചാൻസിൽ പാസ്സായ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ റൂൾ ഫോളോ ചെയ്യുക. പിന്നെ ഇതൊക്കെ ഒരു ലക്കും പിന്നെ ഒരു ദൈവാനുഗ്രഹം എല്ലാമാണ്. നമ്മളൊരു ആ ടൈമിൽ നമുക്ക് കിട്ടുക എന്നുള്ളത് ആ സമയം നമ്മുടെ ടൈം പോലിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നു, ചേട്ടായി എന്നെ പഠിപ്പിക്കുന്നു. അപ്പൊ ഇന്നത്തെ കാഴ്ച എന്നൊക്കെ വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ പോകുന്നു. അപ്പൊ പോകുന്ന വഴിക്കത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും പിന്നെ ഇതൊക്കെയാണ് നമ്മളിപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് യാത്ര തുടങ്ങാം അല്ലേ. ഫസ്റ്റ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പഠിച്ചത്. അപ്പോൾ ചേട്ടായി എന്നെ കുറെ കാര്യങ്ങൾ പഠിച്ചു. ഞാനൊരു 4 ദിവസമായിട്ട് ചേട്ടായിട്ട് കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഓരോ മണിക്കൂറൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യുന്നു. പക്ഷേ ജോലിയും കാര്യങ്ങളും കൊണ്ട് ചേട്ടായിക്ക് ഒരുപാട് സ്റ്റുഡൻസിന് പഠിപ്പിക്കാറുണ്ട്. ഞങ്ങളുടെ ടൈം അനുസരിച്ച് ഞങ്ങൾ ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ G ടെസ്റ്റാണ്. അപ്പം നന്നായിട്ട് ചെയ്യണം, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ചേട്ടായിട്ട് കുടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡോറൊക്കെ നന്നായിട്ട് ക്ലോസ് ചെയ്ത് നോക്കുക, മറ്റേ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുക അല്ലേടായി. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ പയ്യെ ഫോളോ ചെയ്ത് ഇപ്പോൾ ഇതിൽ 2 ആൾക്കാരൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കണം. അവരൊക്കെ പോയി കഴിയുമ്പോൾ പയ്യെ സാവധാനം പോയാൽ മതി. നമുക്ക് ഓടിപ്പോയിട്ടൊരു കാര്യമൊന്നുമില്ലല്ലോ അല്ലേ. ഫോളോ ദ റൂൾസ് ആണ്. അവിടെ നിന്നൊക്കെ ഒക്കെ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ചെറുതായി ഇങ്ങനെ ചേട്ടാ എന്നെ പറഞ്ഞു തരും, ഞാനത് ഫോളോ ചെയ്യും. അങ്ങനെ പോകണം. ചിലപ്പോൾ അതെല്ലാം കിട്ടും കേട്ടോ. നമ്മൾ ആശാനാണ് അങ്ങനെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നല്ല കൂളായിട്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ദൈവമേ പ്രാർത്ഥനയോടൊക്കെ നമ്മൾ തുടങ്ങുക. എവിടെ പോയാലും ഒരു ചെറിയൊരു ദൈവാനുഗ്രഹം എപ്പോഴും നമ്മളെല്ലാ യാത്രയിലും നമ്മൾ ഒരു വണ്ടിയൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ ബ്രേക്ക് നന്നായിട്ട് പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ ഡ്രൈവ് മോഡിലേക്ക് ഇട്ടു, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇപ്പോൾ ഹാൻഡ് ബ്രേക്കൊക്കെ നോക്കാം, റിലീസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു, മിറർ, ഷോൾഡർ. അതായത് നമ്മുടെ നാട്ടിലില്ലാത്ത ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ബ്ലൈൻഡ് സ്പോട്ട്. ആ ബ്ലൈൻഡ് സ്പോട്ട് ഒരു ടെസ്റ്റിൽ 3 times നമ്മൾ ഫോർഗെറ്റ് ചെയ്ത് നമ്മളെ ടെസ്റ്റിന് അത് ഡിസൈഡായി. അതായത് യു ആർ നോട്ട് ചെക്കിങ് ദ ബ്ലൈൻഡ് സ്പോട്ട്, അൺഫോർച്യുനേറ്റ്ലി യു ഫെയിൽ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം വെച്ചാൽ അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ട് ബ്ലൈൻഡ് സ്പോട്ട്. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ഇവർ ഈ വഴി കൂടി ഇങ്ങനെ നടക്കില്ല, പക്ഷെ ചിലവരുണ്ട് കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ ചില ഇച്ചിരി പ്രശ്നക്കാരുണ്ട്. ഇവർ ഈ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ വഴികൾ പെട്ടെന്നൊക്കെ ചാടി വരും. അപ്പോൾ നമ്മൾ പോയി തട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കാ പ്രശ്നം. അവർ എന്ത് കാണിച്ചാലും നമ്മൾ പോയി തട്ടിയ പ്രശ്നം നമ്മളാണ്. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് നോക്കുക, ചുറ്റുപാടുകളൊക്കെ നോക്കുക, അവിടെ ആരെങ്കിലും നടക്കുന്നുണ്ടോ നോക്കുക. ഇങ്ങോട്ട് ഒന്ന് ഇത് ചെയ്താലും നമ്മൾക്കാണ് അതിന്റെ ശ്രദ്ധ. അതെ. അപ്പോൾ നമ്മൾ പയ്യെ മൂവ് ചെയ്യല്ലേ ഇടയിൽ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടു, ചെക്ക് ചെയ്തു. അപ്പോൾ അവിടെ ഒരു കാർ വരുന്നുണ്ട്, മിറർ, ഷോൾഡർ. കാർ പോയി ഫസ്റ്റ് പ്രയോറിറ്റി ആ കാറിനാണ്. അപ്പോൾ കാർ പോയി കഴിഞ്ഞിട്ട് നമ്മൾ പയ്യെ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യുക. സ്ട്രൈറ്റ് സ്റ്റോപ്പ് സൈൻ ടു ലെഫ്റ്റ്. പിന്നെ നമ്മൾ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ലെഫ്റ്റ് സൈഡാണ് അല്ലേടേ. അപ്പോൾ സ്പീഡും കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം നോക്കണം. അപ്പോൾ നമ്മളിവിടെ പയ്യെ വന്നു, ഇൻഡിക്കേറ്റർ ഇട്ടു, കംപ്ലീറ്റ് സ്റ്റോപ്പ്, then creep. Then check again. So ഇത് നമ്മൾ 1 way ആണ്.
സോ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മുടെ ലൈനിൽ കാർ ഇല്ല എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ഫസ്റ്റ് ലൈനിൽ കയറാൻ പാടുള്ളൂ. അതർവൈസ് ദാറ്റ്സ് എ ക്രിട്ടിക്കൽ മിസ്റ്റേക്ക് ആവും. അവിടെ സിഗ്നൽ ഓപ്പൺ ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മാക്സിമം നമ്മൾ അമ്മമാർ പയ്യെ പോയി കഴിഞ്ഞിട്ട് പോവുക അല്ലേ, അതെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ക്ലിയർ. വൺ മോർ കാർ കമ്മിങ്. ക്ലിയർ, ഗോ. സ്പീഡ് അപ്പ്. ഈ റോഡിന് റോഡ് സ്പീഡ് 50 ആണ്. സ്പീഡ് ലിമിറ്റ് എപ്പോഴും നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. സോ ഗോ സ്ട്രേറ്റ്. 50 ആണ് സ്പീഡ് ലിമിറ്റ്. ദി ഇന്റർസെക്ഷൻ ആയിരിക്കണം. ഇന്റർസെക്ഷൻ ബോത്ത് ചെക്കിംഗ് ബോത്ത് സൈഡ്. അഗൈൻ ഗോ സ്ട്രേറ്റ്. കറക്റ്റ് സ്പീഡാണ് ഇപ്പോൾ. എല്ലാ ഇന്റർസെക്ഷനും നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടേ ഇരിക്കുക. ബോത്ത് ഇന്റർസെക്ഷനും നമ്മൾ രണ്ട് സൈഡ് വാച്ച് ചെയ്യണം. സിഗ്നൽ ടു ലെഫ്റ്റ്. സോ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ, മിറർ, ഷോൾഡർ. അപ്പോൾ നമ്മൾ സ്പീഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോൾ അവിടെ റെഡ് ആണ്, നമ്മൾ ലൈനിൽ വന്നിട്ട് വേണം നമ്മൾ ചേഞ്ച് ചെയ്യാൻ. അപ്പോൾ അവിടെ നമ്മൾ ഓക്കെ. അപ്പോൾ നോക്കുക, ലൈൻസ് കൂടെ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. ലൈനിൽ കൊണ്ടുപോയിട്ട് വേണം നമ്മൾ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ. ഇവിടെ പോകാൻ പാടില്ല, കാരണം ഇവിടെ റെഡ് ലൈറ്റിൽ നമുക്കിവിടെ ക്രോസിംഗ് ഇല്ല. സോ വെയിറ്റ് അണ്ടിൽ ദ ഗ്രീൻ വന്നാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് ആ ലൈനിലോട്ട് മൂവ് ചെയ്യാൻ പാടുള്ളൂ. റെഡ് ലൈറ്റിന്റെ സിമ്പിൾ ആണോ അവിടെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടേക്കും, അപ്പൊ നമ്മൾ പോവല്ലേ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വാക്കിങ്ങിന് ഇപ്പൊ നമ്മുടെ ലൈറ്റ് വന്നാണ്. അപ്പോൾ നമ്മൾക്കിപ്പോ ഗ്രീൻ ആയാലും പെഡസ്ട്രിയൻ ലൈറ്റ് ഉണ്ട്. പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യണമെങ്കിൽ നമ്മൾ പെഡസ്ട്രിയൻ ക്രോസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് വണ്ടി എടുക്കാൻ പാടുള്ളൂ. അവിടെ നമ്പർ ഇങ്ങനെ വരുന്നുണ്ട്, ആ നമ്പർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് അപ്പം ഗ്രീൻ നമ്മുടെ പ്രയോറിറ്റി ആകും. അപ്പോൾ നമ്മളിപ്പോ കിങ് സ്ട്രീറ്റിലോട്ടാണ് നമ്മളിപ്പോ പോവാൻ അല്ലേ. അപ്പോൾ നമുക്ക് ആരോഗ്യം സ്പീഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഫസ്റ്റ് ലൈനിൽ കയറുന്നു, then again straight, then speed up, then the person tell you to line change to right. So indicator, mirror, shoulder, then so the speed limit 3 കൂടി. So you need to control your speed limit 50. Indicator ഇട്ട് അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ നമ്മൾ കറക്റ്റ് ആയിട്ട് ഓഫ് ചെയ്യണം. നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് ഇങ്ങനെ പോകാൻ പാടില്ല. വീണ്ടും നമ്മൾ സിഗ്നൽ എത്തിയിരിക്കുന്നതാണ്. സിഗ്നൽ എത്തുമ്പോൾ വീണ്ടും അടുത്ത സിഗ്നൽ എത്തുന്നവരെ നമ്മൾ റോൾ ചെയ്യാൻ പാടില്ല. ഇപ്പൊ സിഗ്നൽ ഗ്രീൻ ആയി, ഗോ സ്ട്രേറ്റ്. അപ്പോൾ നമ്മള് നമ്മുടെ സ്പീഡ് എന്ന് വെച്ചാൽ 50. ഇന്റർസെക്ട് രണ്ട് സൈഡ് നോക്കുക. ചേട്ടന്മാരൊക്കെ പറപ്പിച്ച് പോകുന്നുണ്ട് കേട്ടോ. അവരുടെ കയ്യിൽ ഇപ്പോൾ എൻ്റെ രീതിയിലാണെങ്കിൽ ഞാൻ നിന്നോട് പറയും, അവരുടെ കയ്യിൽ കിണ്ടിയുണ്ട്, നിന്റെ കയ്യിൽ കിണ്ടിയില്ല. നീ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നത് കിണ്ടി വാങ്ങിക്കാനാണ്. അതെ അതെ അതെ. അപ്പൊ നമ്മൾ അവരെ അവർക്ക് കിണ്ടി കൊണ്ടുകൊണ്ട് അവർക്ക് പറപ്പിക്കാം, നമുക്ക് പറ്റില്ല. അപ്പൊ ഇവിടെ റെഡ് ലൈറ്റ് ശ്രദ്ധിക്കണം. അതുമല്ല ഈ റോഡിന്റെ സ്പീഡ് ലിമിറ്റ് 50 ആണ്. അപ്പോൾ നമ്മൾ ഓവർ സ്പീഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ടിക്കറ്റ് കിട്ടാൻ ചാൻസസ് കൂടുതലാണ്. കാരണം ഓവർ സ്പീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡല്ല ഇത്. ഭയങ്കര പ്രയോറിറ്റി സ്പീഡാണ്. 50 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ആവറേജ് അല്ല, അവിടുത്തെ ഉള്ളൊരു മെയിൻ സ്പീഡ് ലിമിറ്റ് ആണ് 50. അപ്പോൾ 50 എപ്പോഴും നമ്മൾ ഇത് ചെയ്യണം. സ്കൂൾ ഡിവിഷൻ ആണെങ്കിൽ അത് 40 സ്പീഡാണ്. സ്കൂൾ ഡിവിഷൻ ഇതേപോലെ തന്നെ നമ്മുടെ സ്കൂളുണ്ട്, വളരെ 40 ആണ്. പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഒരു സ്കൂളിന്റെ അവിടെ ഒരിക്കലും ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ നാട്ടിലുള്ളപ്പോൾ നമ്മളൊന്നും ഇങ്ങനെ സ്കൂളിന്റെ അവിടെ ഒന്നും ഇങ്ങനെ സ്പീഡൊന്നും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാറൊന്നുമില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ 40 എൻഡെന്ന് കാണിച്ചു. അപ്പൊ അവിടെ 40 സ്കൂളിന്റെ ഇതായിരുന്നു അവിടെ. ആ പ്രയോറിറ്റി സ്പീഡാണ് 40 എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ സ്കൂൾ ഉള്ളതുകൊണ്ടാണ് അവിടെ സ്പീഡ് ലിമിറ്റ് 40 വെക്കുന്നത്. അവിടെ കിട്ടുന്ന ഒരു ഫൈൻ എന്ന് പറയുന്നത് വളരെ ഭീമമായ ഒരു തുകയായിരിക്കും. കാരണം നമ്മൾ 50,000 മേബോ വരെയൊക്കെ നമുക്ക് സ്കൂൾ ഡിവിഷനിൽ ഓവർ സ്പീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടും. അപ്പോൾ ഒരു കോംപ്രമൈസും അതിലുണ്ടാകത്തില്ല. പക്ഷെ അത് നമ്മുടെ നാട്ടിൽ സ്കൂളിലൊന്നും വലിയ പ്രയോറിറ്റി ഒന്നും കൽപ്പിക്കാറില്ല. ഇവിടെ സ്കൂള് വളരെ പ്രയോറിറ്റി കൽപ്പിക്കുന്ന ഒരു ഇതാണ്. ഒരു സ്കൂൾ ബസ് പോയോ നമ്മൾ സ്കൂൾ ബസ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണെങ്കിൽ രണ്ട് സൈഡും സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ആ കുട്ടിയെ കംപ്ലീറ്റ് ഇറക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് രണ്ട് സൈഡും ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ആ സ്കൂൾ ബസ്സിന്റെ ഫുള്ളും റെഡ് ലൈറ്റ് ഓഫ് ആണ്. എന്നാൽ മാത്രമേ നമ്മൾ ബോത്ത് സൈഡ് പോലും നമുക്ക് ട്രാവൽ ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഇവിടുത്തെ സ്കൂൾ നിയമം. അതേസമയം നമ്മുടെ നാട്ടിലോ
നാട്ടിലൊരു കുട്ടി ക്രോസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടി കയറ്റുന്നു, ആക്സിഡന്റ് ആവുന്നു. കുട്ടിക്ക് പല രീതിയിലുള്ള വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഒരുപാട് നമ്മൾ കാണാൻ ഇവിടെ അത് അങ്ങനെ ഒരു സ്കൂൾ ബസ്സിനെ നമ്മൾ ക്രോസ് ചെയ്താൽ $3,000 ഫൈൻ കിട്ടുന്നത്. അത് നല്ല എമൗണ്ടും ആണ്. അതിന് ഡീമെറിറ്റും അങ്ങനത്തെ ഇതെല്ലാം വരുന്നു, സസ്പെൻഷൻ കിട്ടുന്നു. അതുപോലെ തന്നെ അത് ഇൻഷുറൻസ്, ചിലതൊക്കെ ഇൻഷുറൻസിൽ കൂടി വരുമല്ലേ നമ്മുടെ അശ്രദ്ധമായ. അതായത് നമ്മൾ ഓരോ ഡീമെറിറ്റ് പോയിന്റും പോലീസ് പുൾ ഓവർ 3 ഡീമെറിറ്റ് പോയിന്റ് ആണ്. ഒരു ആക്സിഡന്റിന് നമുക്ക് 5 ഡീമെറിറ്റ് പോയിന്റ് ആണ്. അപ്പോൾ 9 ഡീമെറിറ്റ് പോയിന്റ് ഉണ്ടെങ്കിൽ അവർ നമ്മൾക്ക് എന്ത് ചെയ്യും, നമുക്കൊരു വാർണിംഗ് നോട്ടീസ് തരികയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ ലൈസൻസ് സസ്പെൻഷൻ ആയിരിക്കും. അത് ആജീവനാന്ത സസ്പെൻഷൻ വരെ കിട്ടുന്ന ഒരുപാട് തരത്തിലുള്ള വകുപ്പുകളുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഓരോ ജോലിക്കും അവർ നമ്മുടെ ഡ്രൈവിംഗ്, അബ്സ്ട്രാക്ട് ഡ്രൈവിംഗ് ഹിസ്റ്ററി, നമ്മുടെ ജാതകം കിട്ടുന്നൊക്കെ പറയണ കേട്ടിട്ടില്ലേ? അതേപോലെ നമ്മുടെ ലൈസൻസിന്റെ നമ്പർ വെച്ച് നമ്മൾ ഒരു പോലീസ് ക്ലിയറൻസിനാണെങ്കിലും എന്തിനാണെങ്കിലും ഇവിടെ ലൈസൻസ് കൊണ്ടാണ് അവർ എല്ലാം ചെക്ക് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ ഹിസ്റ്ററിയും ഈ ലൈസൻസിലും ഉണ്ടാവും. നമ്മളൊരു നല്ല ഡ്രൈവർ ആണെങ്കിൽ നമ്മൾ നല്ല ഒരാളാണെന്നുള്ള അതിന്റെ ഒരു അടയാളം പോലെ ഒരു ഗുഡ് പോയിന്റ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്നാൽ മാത്രമേ നമുക്കൊരു നല്ല ഡ്രൈവർ ആകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതേപോലെ തന്നെ ഇത് ഈ സ്കൂൾ ബസ് ചുമ്മാ അത് നിർത്തിയിട്ടാണ്. സ്കൂൾ ബസ് നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ സ്റ്റോപ്പ് ബോർഡ് വരും. യെല്ലോ ആയി നീ ഇവിടെ ഇപ്പൊ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. കാരണം നമുക്ക് ഇനി ക്രോസ് ചെയ്താൽ ദാറ്റ്സ് റെഡ് ക്രോസിംഗ് ആവും. ദാറ്റ്സ് എ ക്രിട്ടിക്കൽ മിസ്റ്റേക്ക്. നമ്മൾ ഇതിന്റെ പുറകെ നിൽക്കുമ്പോൾ യെല്ലോ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലോ ഡൗൺ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ കറക്റ്റ് ഇവിടെ റെഡ് ആവും നമ്മൾ. അതേപോലെ തന്നെ അടുത്തൊരു വളരെ ഇമ്പോർട്ടന്റ് തിങ് ആണ്, ഇപ്പോൾ റെഡ് ലൈറ്റ് ആണ്. പല സ്ഥലങ്ങളിലും റെഡ് ക്യാമറ ഉണ്ട്. ഈ ലൈറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മുടെ എമൗണ്ടിന്റെ കൊത്ത്. അതായത് ചില ലൈനിൽ നമ്മൾ സ്റ്റാർട്ടിങ് ക്രോസ് ചെയ്ത് $400 ആയിരിക്കും നമ്മുടെ ഫൈൻ. നമ്മൾ ക്രോസ് ചെയ്യുന്ന ലെങ്ത് കുറവാണെങ്കിൽ 300 ആയിരിക്കും, 200. അപ്പോൾ നമ്മൾ 300, 200 നമ്മൾ റുപ്പീസ് ആയിട്ടല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതൊരു 400 റുപ്പീസ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം 30,000 രൂപ ഇന്ത്യൻ രൂപയായി മാറി എന്നുള്ളതാണ് ഇതിനുള്ള കാര്യം. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ അടയ്ക്കാതിരിക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. അടച്ചേ പറ്റുള്ളൂ. അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്കത് കറക്റ്റായിട്ട് നമ്മളുടെ ഇതിൽ റെക്കോർഡിക്കിൽ അത് കിടക്കും. പിന്നീട് അത് നമ്മുടെ വണ്ടി പോലീസിന് അറിയാൻ പറ്റും. നമുക്ക് ഇങ്ങനെ ഒരു നമ്മുടെ വണ്ടി പോകുമ്പോൾ നമ്മളുടെ ഫൈൻസ് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അവർക്ക് അതിൽ ഹിസ്റ്ററി അറിയാൻ പറ്റും. അപ്പൊ അവർ പോലീസ് പുൾ ഓവർ ചെയ്യും. പുൾ ഓവർ ചെയ്യുമ്പോൾ പെഡസ്ട്രിയൻ ഇറ്റ്സ് എ ഹോംലെസ് അത് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ, നമ്മൾ വിചാരിക്കുന്നല്ലേ. അയ്യോ ഇത് section line change to left. Mirror, shoulder, then right, again indicator off, then again line change to left, mirror, shoulder. നമ്മൾ ഈ സിഗ്നൽ ടു ലെഫ്റ്റ് ആണ് പോകുന്നത്. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യുക. പിന്നെ നമ്മൾ വന്നിട്ട് ഡൗൺ ടൗൺ ഹാമിൽട്ടണിൽ എത്തിപ്പോയിരിക്കുകയാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഒരുപാട് ഹോംലെസ് പീപ്പിളൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാടുണ്ട്. ഈ ഏരിയയിൽ ഇച്ചിരി ബിസി ഏരിയ ആണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം അല്ലേ. വൺ വേസ് ഏറ്റവും കൂടുതലുള്ള ഏരിയ. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന ഏത് റൂട്ടാട്ടെ? അപ്പർ ജെയിംസിലോട്ട് പോയ അടിപൊളി സ്ഥലങ്ങളൊക്കെ, അത്യാവശ്യം നല്ല രസമുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഭംഗിയുള്ള സ്ഥലങ്ങൾ. അതുപോലെ തന്നെ ബെർലിംഗ്ടണിന് പോകുകയാണെങ്കിൽ, ഞാൻ ബെർലിംഗ്ടണിലാണെങ്കിൽ സത്യം പറഞ്ഞാൽ 2 ബസ് കയറി പോകുന്നത്. എന്ന് വെച്ചാൽ 1 മണിക്കൂർ ആയിട്ടാണ് ഞാൻ പോകുന്നത്. കാറിനാണെങ്കിൽ ഒരു 20 മിനിറ്റ് 10-15 മിനിറ്റ്സ് മാക്സിമം 20 മിനിറ്റ്സ്. അത് ഇത് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ നോക്കുക സെക്കൻഡ് ലൈൻ. സ്പീഡ് ലിമിറ്റ് 50 ആണ്. ഈ 50 കഴിഞ്ഞ് കുറച്ചും കൂടി മൂവ് ചെയ്ത് കഴിയുമ്പോൾ 70 റോഡ് സ്പീഡ് ലിമിറ്റ് ആണ് വരുന്നത്. അപ്പോൾ 70 ബിഗിനിങ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് 70 തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. നമ്മൾക്ക് ഒരിക്കലും ബിലോ സ്പീഡിലേക്ക് പോകാൻ പാടില്ല. ഇവിടെ 70 ബിഗിനിങ്. ഇനി ആസ് പെർ ദ മിനിസ്ട്രി റൂൾ അനുസരിച്ച് നീ 70 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, 10 സെക്കൻഡ് നിന്റെ ബോത്ത് മിററിൽ നീ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ 70 സ്പീഡ് സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ ബോത്ത് മിററിൽ എന്ത് ചെയ്യണം, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് റൂൾ.
ഞാൻ പറഞ്ഞു ഇഫ് യു കംഫർട്ടബിൾ ലൈൻ ചേഞ്ച് ടു ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നീ കംഫർട്ടബിൾ ആണോ എന്ന് നോക്കുക. സോ നോക്കുക, കണ്ടോ ഇങ്ങനത്തെ സാഹചര്യം നമ്മൾ നാട്ടിലൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് നേരെ അങ്ങോട്ട് മാറാൻ നോക്കും. പക്ഷെ ടെസ്റ്റിന് എന്താ പറ്റുന്നത് വെച്ചാൽ ദാറ്റ്സ് എ ഡിസിഷൻ നമ്മൾ ഫെയിലാണ്. കാരണം നമ്മൾ പുറകിലുള്ള ഒരു വണ്ടി ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യാൻ പാടില്ല, ബ്ലോക്ക് ചെയ്യാൻ പാടില്ല ടെസ്റ്റിന്. അപ്പോൾ ചിലർ വേറെ ആൾക്കാർ പഠിപ്പിച്ചിട്ട് അവർ ഫെയിലായിട്ട് ചില സാഹചര്യങ്ങൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ നോക്കുമ്പോൾ അവർ ലൈൻ ചേഞ്ചിലാണ് ഞാൻ തോറ്റതെന്ന് പറയും. അപ്പോൾ എന്താ ലൈൻ ചേഞ്ചിൽ തോറ്റെന്ന് പറയുമ്പോൾ നമ്മളത് കഴിയുമ്പോഴാണ് ഇവരെ ഒന്ന് ഓടിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർ ഇൻഡിക്കേറ്റർ ഇട്ട് നേരെ അങ്ങോട്ട് മാറും. അപ്പം ബാക്കിലൊരു കാർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല. അതായത് അവര് നമ്മളോട് പറയുന്നത് ഇഫ് യു കംഫർട്ടബിൾ, നമ്മൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഇൻഡിക്കേറ്റർ ഇടാൻ പാടില്ല. അത് വളരെ നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ അശ്രദ്ധയിലാണ് പലപ്പോഴും നമ്മൾ തോക്കുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ശ്രദ്ധയാണ് ഇതിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻറ്റ് തിങ്. ഡ്രൈവിംഗ് എന്നുള്ളൊരു ടെസ്റ്റിനോട് ഉപരി നമ്മളെല്ലാ രീതിയിലും നമ്മൾ വളരെയധികം ചെക്ക് ചെയ്ത് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സക്സസ്ഫുൾ ഡ്രൈവറായിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു ഡ്രൈവർ എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്ന എല്ലാവരുടെയും ഒരു രക്ഷകനും കൂടിയാണ്. നമ്മള് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ മതി അല്ലേ? അതെ, നമ്മള് ഓരോ മൂമെന്റും നമ്മുടെ ഇതിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇതിലായിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം, നമ്മൾ ഹൈവേ ഓടിക്കുമ്പോൾ നമ്മൾ ഉറക്കം വരികയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സൈഡിൽ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവര് ലൈറ്റ് ഇട്ട് ഇടാമോ ഇവിടെ അങ്ങനെ ഇതും നമ്മൾ മാറുക എന്നുള്ളതാണ്. കാരണം ഉറക്കത്തിൽ വന്നിട്ട് നമ്മൾ ഓടിക്കാൻ പാടില്ല. അതേപോലെ നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇപ്പോൾ നിന്റെ വണ്ടിക്കൊരു പ്രോബ്ലം വന്നു, നീ റൂട്ടിൽ ഹൈവേയിൽ ഇത് കിടക്കുകയാണെങ്കിൽ ആ പോലീസ് നിന്റെ വണ്ടി അവിടെ നിന്ന് പോകുന്ന വരെ പോലീസ് പുറകിൽ വന്ന് ലൈറ്റ് ഇട്ട് അവിടെ കിടക്കും. അവര് നീ സേഫ് ആവുന്നത് വരെ നിന്റെ വണ്ടിക്ക് പുറകിൽ അവരുണ്ടാവും. നീ സേഫ് ആയിട്ട് അത് റെഡിയായി നീ അത് പോകുന്നത് വരെ എന്ത് ചെയ്യാൻ പോല അവര് നിനക്ക് പ്രൊട്ടക്ഷനായിട്ട് അവര് ലൈറ്റ് ഇട്ട് അവിടെ കിടക്കും. അത് വളരെ വളരെ വലിയൊരു കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് മറ്റുള്ള ഒരു ഇതിൽ ഇത് ചെയ്യുന്നതല്ല. പക്ഷെ ഇവിടെ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് കോൾ ചെയ്യാം, they will come to help you. നമ്മളിപ്പുറത്തോട്ട് മാറണേ ഇല്ല, നമ്മള് ലൈൻ ചേഞ്ച് അല്ല. ഇതിപ്പോ നമ്മൾ ലൈൻ ചേഞ്ച് പറയുകയാണെങ്കിലാണ് സ്ട്രെയിറ്റ് ആണ് നോക്കി അങ്ങ് പോവാ അല്ലേ? അതെ, ലൈൻ ചേഞ്ച് പറയുവാണെങ്കിൽ അങ്ങോട്ട് നോക്കിയാൽ മതി. അപ്പൊ അതുവരെ നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് പോവാം. ഇവിടെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ, ലൈൻ ചേഞ്ച് ടു ലെഫ്റ്റ്, മിറർ ഷോൾഡർ. ഈ ലൈൻ ഇവിടെ എത്തിയോ? എത്തിപ്പോയി, മറടുത്ത് എത്തിയോ? ഇവിടെയാണോ? ആ, കേറ്. നിനക്കാണ് കാരണത്. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ അടുത്ത ചേട്ടച്ചാറിന്റെ അടുത്ത് പഠിക്കാനുള്ള സ്റ്റുഡൻസിന്റെ അടുത്ത് എത്തിയല്ലേ? അപ്പൊ ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്. അപ്പൊ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ നമ്മള് അവിടെ കൊണ്ട് കംപ്ലീറ്റ് സ്റ്റോപ്പ്. റൈറ്റ് ഇൻഡിക്കേറ്റർ, മിറർ, ഷോൾഡർ, കംപ്ലീറ്റ് സ്റ്റോപ്പ്. ജസ്റ്റ് സ്റ്റോപ്പ് സൈൻ ആണ്. നമ്മൾ ലെഫ്റ്റിലാണ് ഒബ്സർവ് ചെയ്യേണ്ടത്. ലെഫ്റ്റിൽ വണ്ടി ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് റൈറ്റിലേക്ക് തിരിയാം. അതിനുശേഷം നേരെ ഇതാവുന്നു, ഇത് റെസിഡന്റ് ഏരിയ ആണ്. സ്പീഡ് ലിമിറ്റ് 40 ആണ് സ്പീഡ് ലിമിറ്റ്. അപ്പോൾ അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ, മിറർ ഷോൾഡർ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരിക്കലും നമ്മുടെ വണ്ടി സൈഡിലുണ്ടെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ലൈൻ വരെ പോകാം, പക്ഷെ ആ വണ്ടിക്ക് ചേർന്ന് പോകാൻ പാടില്ല. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ, മിറർ ഷോൾഡർ, നമ്മൾ ലെഫ്റ്റ് സൈഡ് നോക്കി പോകുന്നു. ഇവിടെ എത്തുമ്പോഴേക്കും നമ്മൾ എമർജൻസി സ്റ്റോപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടാം. ഈ വണ്ടിക്ക് മുമ്പിൽ മിറർ ഷോൾഡർ ചെയ്തിട്ട് സൈഡ് ചെയ്ത് നമ്മൾ വളരെ സ്ലോവിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ കൊണ്ടുപോവാ ഹാൻഡ് ബ്രേക്ക് വെക്കുക, ഹാൻഡ് ബ്രേക്ക് ചെയ്യുക. ഇങ്ങനെ വെച്ചാലാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടണം അല്ലേ? ഇങ്ങനെ ഇതാണ് എമർജൻസി സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ആംബുലൻസോ അല്ലെങ്കിൽ ഫയറോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റൂട്ടിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ നാട്ടിൽ ആംബുലൻസിന്റെ പുറകിലൊക്കെ നമ്മൾ അവർ ഫോളോ ചെയ്ത് പോകും. ഇവിടെ ഓപ്പോസിറ്റ് ലൈൻ ആണെങ്കിൽ പോലും നമ്മളത് റൈറ്റ് സൈഡിലേക്ക് മാറി കൊടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ റൂള്. ഓക്കെ, ഓൾമോസ്റ്റ് ഇന്നത്തെ ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ അപ്ഹിൽ എന്ന് പറയുമ്പോൾ എങ്ങനെ ഹിൽ എന്ന് പറഞ്ഞാൽ നമ്മള് ഹിൽ പാർക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പാണെങ്കിൽ ഇങ്ങനെ നമ്മള് ഹില്ലിൽ അപ്പൊ നമ്മൾ ഫുള്ള് ലെഫ്റ്റിലേക്ക് പിടിച്ചു, ഫുള്ള് ലെഫ്റ്റിലേക്ക്. കാരണം നമ്മുടെ ടയർ ഇങ്ങോട്ട് വന്നുകൊണ്ട് ഇങ്ങനെ വണ്ടി ഇവിടെ തട്ടി നിൽക്കും. നല്ല സൈഡിലെ സെറ്റപ്പ് അല്ലേ? ഡൗൺ ഹിൽ ആണെങ്കിൽ റൈറ്റിലേക്ക് പിടിച്ചു. ഓക്കെ ഓക്കെ,
പിന്നെ നമുക്ക് G2 പാരലൽ പാർക്കിംഗ് ഉണ്ട്, 3.9 ഉണ്ട്. പക്ഷെ G ടെസ്റ്റ് ആകുമ്പോൾ ഇതൊന്നുമില്ല, നമ്മൾ വണ്ടി കറക്റ്റ് ആയിട്ട് ഓടിച്ച് കാണിക്കുക എന്നുള്ളതാണ്. ഹൈവേയിൽ ഓടിച്ച് കാണിക്കുക. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ഹൈവേ പോകുന്നതിന്റെ ഒക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരും. പിന്നെ ഇന്നെന്ന് വെച്ചാൽ ജസ്റ്റ് ഞങ്ങൾ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി അല്ലേ, അത്യാവശ്യം കുറെ കാര്യങ്ങൾ റൂൾസ് പഠിക്കുക റൂൾസ് പഠിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ, ഇന്നത്തെ ക്ലാസ്സിലൊക്കെ. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഹൈവേയിലൊക്കെ പോകും. ഇനി ഒരു കുറച്ച് ദിവസങ്ങളൂടെ ഉണ്ട് ടെസ്റ്റിന്. അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ ബാക്കി ഹൈവേയിലൊക്കെ കയറി ഒരു 3-4 ക്ലാസ് ഒക്കെ പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുന്നു. പഠിച്ചെല്ലാം ഒന്ന് തറവായി കഴിഞ്ഞിട്ട് നമ്മൾ ഓക്കെ എന്ന് തോന്നുമ്പോൾ നമ്മൾ G ടെസ്റ്റ് ആയി ഫസ്റ്റ് ഒറ്റ ചാൻസ് ആണ് നമുക്ക് ഡയറക്റ്റ് ജിക്കുള്ള ഒരു ചാൻസേ ഉള്ളൂ. ഇപ്പൊ G തോറ്റുപോയെങ്കിൽ G2 എടുക്കണം. അത് എത്ര ദിവസങ്ങളുള്ളിൽ നിന്നുണ്ടോ? അതോ 10 days ആണ് ഇത് പറഞ്ഞത്. പക്ഷെ നമുക്ക് G ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡേ വേണമെങ്കിൽ പോലും G2. പക്ഷെ പഠിക്കാനുണ്ട് എന്ന് വെച്ചാൽ ജിയെക്കാട്ടിലും കൂടുതൽ. പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ G എന്ന് വെച്ചാൽ നമ്മൾ ഹൈവേയിൽ അത്യാവശ്യം നല്ല ബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റൂൾ കറക്റ്റ് ഫോളോ ചെയ്യുവാണെങ്കിൽ G കിട്ടാൻ എളുപ്പമാണ്. പക്ഷേ നമ്മൾ G2 എന്ന് പറഞ്ഞാൽ ഫുള്ള് നമ്മൾ കാണിച്ചു കൊടുക്കണം. അതേപോലെ G2 പഠിച്ചിട്ട് G2 കഴിഞ്ഞാൽ മാത്രമേ പിന്നെ G ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അപ്പോൾ മെയിൻ G1 കഴിഞ്ഞു, G2 കഴിഞ്ഞിട്ട് ഒരു വർഷം വെയിറ്റ് ചെയ്താലേ ഉള്ളൂ. ഒരു വർഷം അല്ല, G1 കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 8 മാസം. അല്ല, പക്ഷെ G2 ഇപ്പൊ നിനക്കിപ്പോ എലിജിബിലിറ്റി ഉള്ളത് കൊണ്ട് നിനക്ക് G2 കഴിഞ്ഞാലും നിനക്ക് അപ്പൊ തന്നെ ചെയ്യാം. അതേസമയം ഇന്ത്യയിൽ ഒരു ലൈസൻസ് ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ 7 months കഴിഞ്ഞിട്ട് മാത്രമേ Gക്ക് വേണ്ടിട്ട് എലിജിബിലിറ്റിക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഇന്ത്യയിൽ ഒരാൾക്ക് ലൈസൻസ് ഇല്ലെങ്കിൽ, അവരിവിടെ എക്സ്ട്രാക്ട് ഒന്നും ഇല്ലെങ്കിൽ, അവരിവിടെ വരുവാണെങ്കിൽ ആദ്യമേ G1 എഴുതണം. 7 months 7 മാസം വെയിറ്റ് ചെയ്യണം. അത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു മാസത്തിൽ നമുക്ക് പഠിക്കാം അല്ലേ, ഇൻസ്ട്രക്ടർ വെച്ചിട്ട് നമുക്ക് പഠിക്കാം. പഠിച്ചു കഴിഞ്ഞിട്ട് G2ന്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിയുമ്പോഴത്തേനും അത് ചെയ്യും. അതെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കാണിക്കാറുണ്ട്. അത് കഴിഞ്ഞാല് പിന്നെ ഒരു അത് പാസ്സായാലും നമുക്ക് ഒരു 1 year ഇതേപോലെ തന്നെയാണ് 1 year ഓടിച്ചു കഴിഞ്ഞിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പൊ ഏകദേശം ഒരു 8 months നമ്മൾ G2 ഓടിച്ച് എക്സ്പീരിയൻസ് ആയി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും Gക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ആ G2 എന്നുള്ള ഒരു സംഭവം ഒരു 1 year അറൌണ്ട് 1 year അല്ല, ഒരു 10-16 മാസത്തെ നമുക്ക് G1 എഴുതിയാൽ നമുക്ക് എക്സ്ട്രാക്ട് ഉണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് Gയിലേക്ക് പോകാം അല്ലേ, നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതും ഒരു ഉപകാരമാണ്. നാട്ടിൽ നിന്ന് വരുന്നവർക്ക് എക്സ്ട്രാക്റ്റ് ഒക്കെ കൊണ്ടുവരിക. ഞാൻ കൊണ്ടുവന്നപ്പോൾ എനിക്ക് 2-3 സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവസാനം ഒരു 4ാമത്തെ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴാണ് എനിക്ക് എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്യാൻ പറ്റിയത്. പക്ഷെ അത് ഓരോ സ്ഥലങ്ങളുടെയും ഓരോ ആൾക്കാരുടെയും ഇതുപോലെ ഇരിക്കും. അങ്ങനത്തെ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ലൈസൻസിന് വാലിഡൊക്കെയാണ് കേട്ടോ. പല സ്ഥലങ്ങളിൽ പറ്റത്തില്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലും ചെന്നാൽ ചിലപ്പോൾ നല്ലൊരാൾക്കാരാണെങ്കിൽ അവർ ആഡ് ചെയ്യും. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പോയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് അവർക്ക് അറിയത്തില്ല. അവരിപ്പോൾ തന്നാലും നമ്മൾ പോയിട്ട് G ഡയറക്റ്റ് എടുത്തിട്ട് എന്തെങ്കിലും നമ്മൾ അപകടങ്ങളൊക്കെ ഉണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ പറഞ്ഞത്. ഒരു തരത്തിൽ ഒരു നല്ല കാര്യങ്ങളും ഉണ്ട്, ഒരു തരത്തിൽ ഇതുണ്ട്. പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് നാട്ടിൽ ഉള്ളതുകൊണ്ട് നമുക്കത് അവർ തരേണ്ടതാണ് എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉള്ളതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിരുന്നു. അത്യാവശ്യം എനിക്ക് നാട്ടിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലായിരുന്നു, ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിലാണ് സ്റ്റിയറിങ്. അപ്പോൾ അതിന്റെ കുറച്ച് ഡിഫറൻസ്. പിന്നെ ഞാൻ ഓട്ടോമാറ്റിക് വണ്ടി അങ്ങനെ ഓടിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ്, നാട്ടില് റൈറ്റ് സൈഡ്. സോറി. അപ്പോൾ അങ്ങനെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ, നാട്ടിൽ റൈറ്റ് സൈഡിൽ. അപ്പോൾ തിരിഞ്ഞു വരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഓട്ടോമാറ്റിക് ഞാൻ അങ്ങനെ ഒരുപാട് ഓടിച്ചില്ല. നമ്മൾ നമ്മുടെ ഗിയറൊക്കെ ഇട്ട് നാട്ടിൽ ഓടിക്കുന്ന മറ്റേ ഇടുക്കിയിലൊക്കെ ചുരമൊക്കെ മറ്റേ കറങ്ങി വളവും തിരിവൊക്കെ നമ്മൾ ആ ഒരു ഓടിച്ചിട്ടുണ്ടെ പണി വാളും. ടിക്കറ്റ് കൊടുക്കാനേ നേരം. അയ്യോ. അപ്പോൾ കറക്റ്റ് നമ്മൾ റെഡിയാക്കി ഓടിക്കുക, അതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പം ചേട്ടായിയുടെ കൂടെ ഇങ്ങനെ വരാനും പിന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ പഠിക്കാനും ഒരു നല്ല അനുഭവങ്ങളാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത പയ്യപ്പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ കഴിഞ്ഞ് നമ്മൾ കുറച്ച് കറങ്ങി തിരിഞ്ഞൊക്കെ തിരിച്ച് വീട്ടിൽ എന്നെ അവിടെ കൊണ്ടുപോയി ചാടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആശാൻ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കാറ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എൻ്റെ അടുത്ത ആളെ വെച്ചിട്ട് നമ്മൾ അടുത്ത യാത്രയിലാണ്. അപ്പോൾ അതിലെ കാഴ്ചകളും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. പേടിക്കണ്ട, ഇതന്നെ പഠിക്കാൻ പോലെ, ഡ്രൈവ് പഠിക്കാൻ പോലെ. പേരെന്നാ? ബിബിൻ. അപ്പോൾ നമ്മളോട് ഇതുണ്ട് ബിബിൻ ചേട്ടനാണ് അടുത്തായിട്ട് നമ്മുടെ വണ്ടിയിൽ പോകുന്നു. പേടിക്കണ്ട, ചെറിയൊരു കുഞ്ഞ് യൂട്യൂബ് ഉണ്ട്, എൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഈ ചേട്ടൻ ജോ പേരെന്നാ? വിവിൻ കൂടെ നമ്മളോട് ചോദിക്കുകയാണ് ഞാനാണോ ജോ ചേട്ടൻ. നമ്മുടെ ഈ പരിപാടിയൊക്കെ കണ്ടപ്പോൾ നമ്മളെവിടെ പഠിപ്പിക്കുന്നത്, നമ്മളിവിടെ ശിഷ്യൻ. ഇതാണ് ആശാൻ. അപ്പോൾ ക്രിക്കറ്റ് കളിച്ചാണ്, ഇൻഡോർ ക്രിക്കറ്റ് കളിച്ചപ്പോ കൈ ഫ്രാക്ചർ ആയിട്ട് ക്രിക്കറ്റ്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് വരണ്ടാന്നേ പറയുള്ളൂ. കാരണം
നമ്മൾ നന്നായിട്ട് പഠിച്ച് ഫസ്റ്റ് ചാൻസിൽ പാസ്സാവുക എന്നുള്ളതാണ് ഞാൻ പറയുള്ളൂ. നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുക, ഒറ്റ ചാൻസിൽ പാസ്സായാൻ പറ്റും, നമ്മൾ അതോടുകൂടി നമ്മുടെ കാര്യം കഴിഞ്ഞു അല്ലേ. നമ്മൾ പഠിച്ച് തോറ്റ് പിന്നെയും വരുന്നതിനും നല്ലതല്ലേ നന്നായിട്ട് പഠിച്ചിട്ട് നേരെ പോയി ടെസ്റ്റ് ചെയ്യും. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക, നമ്മൾ റിപ്പീറ്റ് ചെയ്യും. നമ്മൾ ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഉണ്ടാവും ക്ലിയർ ചെയ്ത് പോവുക. ആ രീതിയിലായിരിക്കണം നമ്മൾ പഠിക്കുന്ന സമയത്ത്. ഡൗട്ട് വന്നാൽ പോലും എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റായിട്ട് പഠിച്ച് ക്ലിയർ ചെയ്ത് പോവുക. നമ്മളിപ്പോ 2 കൈയും പിടിച്ച് ഓടിക്കണം. ഇനിയിപ്പോ നമ്മുടെ സ്പീഡ് ലിമിറ്റ് 40 ആണ്. ഇന്നത്തെ ദിവസം നമ്മൾ ഏകദേശം എൻ്റെ വീടിൻ്റെ അടുത്ത് എത്താറായി പോയിരിക്കുകയാണ്. അപ്പോൾ ആശാനും ശിഷ്യനും പിന്നെ ഈ ശിഷ്യനും ലെഫ്റ്റ് കൂടി ഷോൾഡർ. ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് പോകട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ലെഫ്റ്റ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം നമ്മുടെ വീടിൻ്റെ അടുത്തിരിക്കുകയാണ് ആശാനെ. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അടിപൊളി ടിപ്സും കാര്യങ്ങളൊക്കെ പറയത്തില്ലേ അടുത്ത വീഡിയോയിൽ, ടെക്നിക്സ് ടിപ്സ് എന്താണ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. സൈഡിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. ആശാന് പുതിയ ശിഷ്യനെയും കിട്ടി ഇന്നോട്ട്. അപ്പോൾ ശിഷ്യ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുക, അടിപൊളിയായിട്ട് ചെയ്യുക. ശിഷ്യന്റെ ഫസ്റ്റ് ഡേ ആണ്. ബ്രോ നാട്ടിലെവിടെയാണ്? നാട്ടിൽ പെരുമ്പാവൂർ. എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം? മൊത്തം ഒരു കൺഫ്യൂഷൻ ഇല്ലേ? നാട്ടിലെ ഡ്രൈവിംഗ് ഇവിടുത്തെ ഡ്രൈവിംഗ് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് അല്ലേ? ആ ഒരു എക്സ്പീരിയൻസ് പേടിക്കണ്ട. ഫസ്റ്റ് ദിവസം അതായത് കാനഡയിൽ വന്നിട്ട് 2 മാസമായ ആളാണ്. നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഓടിച്ചിട്ട് ആദ്യത്തെ ദിവസത്തെ എക്സ്പീരിയൻസ് എന്ത് തോന്നുന്നു? എന്താ പറഞ്ഞു? എനിക്ക് സ്റ്റിയറിംഗ് ഞാൻ നാട്ടിൽ ഓടിച്ച രീതിയിലല്ല ഇവിടെ പഠിക്കുന്നത്. വണ്ടിയുടെ വ്യത്യാസമില്ലേ? നമ്മള് പവർ വ്യത്യാസം ഉണ്ടല്ലോ. പിന്നെ ഗിയർ ആണ് നമ്മൾ നാട്ടിൽ യൂസ് ചെയ്യാറ്. ഇവിടെ വരുമ്പോൾ ഗിയർ ബ്രേക്കിംഗ് സിസ്റ്റത്തിലും ഭയങ്കര വ്യത്യാസം വരുന്നില്ലേ? അപ്പൊ ഇനിയുള്ള കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ നിന്റെ ഡ്രൈവിങ്ങിന് ഭയങ്കര ചേഞ്ചസ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെയായിരുന്നു. ആദ്യത്തെ ദിവസം ഇങ്ങനെ തപ്പിപ്പ പിടിച്ചിരിക്കുകയാണ്. ആദ്യമേ ഒരു പപ്പാണ്. കാരണം വെച്ചാൽ സൈഡ് മാറുന്നു, പിന്നെ ഓട്ടോമാറ്റിക്. ഞാൻ ഗിയർലെസ് ആയിരുന്നു, പിന്നെ ഗിയർ ഉള്ള വണ്ടിയായിരുന്നു. പിന്നെ ഇതിപ്പോൾ നമ്മൾ മാനുവൽ ആയിരുന്നു, ഇപ്പം ഓട്ടോമാറ്റിക്കായി. അപ്പോൾ അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേനും കുറച്ച് ആദ്യമേ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേനും ഓൾമോസ്റ്റ് സംഭവം പിടികിട്ടി. രണ്ടാമത്തെ ക്ലാസ്സിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ നമ്മളെങ്ങനെയാണ് റൈറ്റ് പോവുക, ലെഫ്റ്റ് പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു. അങ്ങനെ 2-3 ക്ലാസ് ഇപ്പോൾ ഓൾറെഡി ഞാൻ കഴിഞ്ഞു. അപ്പോൾ ഏകദേശം എൻ്റെ മനസ്സിൽ ഇച്ചിരി ഒരു ധൈര്യം ഉണ്ട് ഇങ്ങനെ കൊണ്ടുപോകാമെന്നുള്ള ഇവിടുത്തെ റൂളും കാര്യങ്ങളൊക്കെ വെച്ച്. പക്ഷേ ഇനി നമ്മൾ എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക, അപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചേട്ടായി, അപ്പോൾ നമ്മൾ അടുത്ത ദിവസങ്ങളിലെ പുതിയ നമ്മളെ വീഡിയോസ് പറയും. താങ്ക് യു. അപ്പോൾ പുതിയ ടിപ്സ് ഒക്കെ. അപ്പോൾ ആശാനെ നമുക്ക് കാണാം, അടുത്ത ദിവസങ്ങൾ കാണാം. അപ്പോൾ ഞാൻ ഇറങ്ങാണ്. ശരി, ഓക്കെ. അപ്പോൾ വീണ്ടും നമ്മൾ കാണാം അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നത്. ബൈ ബൈ. അങ്ങനെ അവരവരുടെ യാത്രകൾ തുടങ്ങി. ഞാനും അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അടിപൊളി വീഡിയോസായിട്ടും പുതിയ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പോൾ ആണെങ്കിൽ ജോ ചേട്ടനാണ് അടിപൊളിയായിട്ട് നന്നായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ജോ ചേട്ടൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. കാനഡയിൽ ആർക്കെങ്കിലും ഇപ്പം ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് പറയുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പം അടുത്ത ദിവസങ്ങളിൽ പഠിക്കുന്ന വീഡിയോയും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ അടുത്ത പുതിയ ഡ്രൈവിങ്ങിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ മറക്കാണ്ട് വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ വരുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ. ഇറ്റ്സ് മീ ഡിറ്റോഷൻ.